നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മങ്കയം എക്കോ ടൂറിസം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. മഴയും കാലാവസ്ഥ മോശമായത് കാരണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള അനുമതി നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ കിട്ടി. അലക്കയം, കുരിശ്ശടി എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടുന്ന ഒരു എക്കോ ടൂറിസം സ്ഥലമാണ് ഈ മങ്കയം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 45 കിലോമീറ്ററോളം ഉണ്ട് ഈ മങ്കയത്ത് എത്താൻ. ഇവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിന്റെ പേരാണ് പൊന്മുടി റെയിൻബോ റിസോർട്ട്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള കോട്ടേജ്. ബുക്ക് ചെയ്തിട്ടുള്ള പൂളിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ല. തൊട്ട് താഴത്തെ കോട്ടേജിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള കോട്ടേജ് തന്നെയാണത്. ഈ 8 പേർക്ക് താമസിക്കുന്ന സൗകര്യമുള്ള കോട്ടേജ് ഏറ്റവും മുകളിലാണ് വരുന്നത്. തൊട്ട് താഴെയായിട്ട് 4 പേർക്ക് താമസിക്കാനുള്ളത്, 3 പേർക്ക് താമസിക്കാനുള്ളത്, അങ്ങനെ നിരവധിയായിട്ടുള്ള കോട്ടേജുകൾ കാണാൻ കഴിയും. ഞങ്ങൾ താമസിച്ച കോട്ടേജിന് തൊട്ട് താഴെയായിട്ട് വലിയൊരു കിച്ചൺ സംവിധാനവും ഉണ്ട്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് സമയമുണ്ട്. 600 രൂപയാണ് ഒരാൾക്ക് പേ ചെയ്യേണ്ട ക്യാഷ്. അങ്ങനെ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു കോട്ടേജിനകത്ത് 10 പേർക്ക് താമസിക്കേണ്ട സൗകര്യമുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ ജംബോ കോട്ടേജ് ആണ്. അതിൽ ഞങ്ങൾക്ക് 8 പേര് വന്നിട്ടുണ്ട്. 8 പേർക്കും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ കോട്ടേജിന്റെ തൊട്ട് താഴെയാണ് ഈ പറഞ്ഞ കിച്ചനും ഉള്ളത്. ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെക്കാനുള്ള സൗകര്യമുണ്ട്. രാത്രി സമയത്താണ് ഈ കോട്ടേജ് കാണാൻ കൂടുതൽ ഭംഗി. തൊട്ട് താഴെയായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്. അവിടെ ചെന്ന് നീന്തി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. തൊട്ടപ്പുറത്ത് മറ്റൊരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് ആണ് ആ കാണുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു കാട്ടിനുള്ളിൽ കൂടെ വരുന്ന ഒരു പുഴയാണ്. എപ്പോഴാണ് ഈ വെള്ളം കൂടുന്നത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം ഇവിടെ കുളിക്കാൻ. പടിഞ്ഞാറിനും ബ്രൈമൂറിനും ഇടയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറയാണ് ഈ മങ്കയം എക്കോ ടൂറിസം. ഒത്തിരി കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഇവിടം. പക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ മോശമായത് കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, അതിനുള്ള അനുമതി കിട്ടിയില്ല. എന്തായാലും അതിന്റെ ഒരു വിഷമമുണ്ട്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കാലാവസ്ഥ മോശമായത് കാരണം, അല്ലെങ്കിൽ മോശമാവുമ്പോൾ, അല്ലെങ്കിൽ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടില്ല. അങ്ങനെ കടത്തി വിടണമെങ്കിൽ ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കണം. അങ്ങനെ റിസോർട്ട് ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പെർമിഷൻ ഉള്ളൂ. അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.